ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എക്സ്പോ ഗെയിമർ. മറ്റൊരു കിടക്കച്ചിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടാറുണ്ട് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട മസ്റ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുന്ന മറക്കരുത്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂപ്പർ മാർക്കറ്റ് സിമുലേറ്റർ എപ്പിസോഡ് 4 ആയിട്ടാണ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ റോഡ് ടു 200 സബ്സ്ക്രൈബേഴ്സ് ആണ്, എല്ലാവർക്കും അറിയാം. ഇനി നമുക്കൊരു 39 സബ്സ്ക്രൈബേഴ്സും കൂടെ മതി നമുക്ക് 200 എന്നൊരു മൈൽ സ്റ്റോൺ കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ ഹോപ്പ്ഫുള്ളി യു ഗൈസ് എൻജോയ് ദി വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലിട്ട് കിടക്കാം ഗൈസ്, ലെറ്റ്സ് ഗോ. അപ്പം നമ്മുടെ കടയിലെ സാധനങ്ങളൊക്കെ കുറേ തീർന്നു കേട്ടോ. നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ വാങ്ങിക്കണം എന്നുണ്ട്. ചീസൊക്കെ ഇട്ടിരിക്കുന്നത് നമുക്ക് കടയിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാം. പുതിയ സാധനങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാം. നമുക്ക് മാർക്കറ്റിൽ നിന്ന് ഓക്കെ, പാല് നമ്മുടെ കുറേ ഇരിപ്പുണ്ട്. പാല് വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 2 ബ്രെഡ് എടുക്കാം. പിന്നെ 2 സിറിയൽ ഇരുന്നുണ്ട്. സിറിയലിനാകുമ്പോൾ $121 ഓക്കെ, അതും ഇരുന്നോട്ടെ. ഓക്കെ, ഒരു 2 ഫ്ലോർ വാങ്ങിച്ചു. ഓയിൽ 1 മതി, ഒരു ഓയിൽ മതി. പാസ്ത ഒരു 2 ഇരിക്കട്ടെ. മതി. പിന്നെ വാട്ടറൊന്നും വേണ്ട. ഓക്കെ, അതുകൊണ്ട് ഇതും കൂടെ ഇരുന്നോട്ടെ. നമ്മുടെ കോഫി ഡാർക്ക് പൗഡർ ഓക്കെ, സെറ്റ്. അപ്പോൾ നമുക്ക് ഇത് വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലേ, കോഫി ഡാർക്ക് പൗഡർ നമുക്ക് 1 വാങ്ങിക്കാം. ഓക്കെ, സെറ്റ്. ഓക്കെ, നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം ഇവിടെ ഓരോന്നോരോന്നായിട്ട് എടുത്തുകൊണ്ട് വെക്കാം. ഫൈനലി നമുക്ക് നമ്മുടെ ഈ ഫ്ലോറോട് അങ്ങോട്ട് കൊണ്ട് വെക്കാം. ഓക്കെ, സെറ്റ്. നമുക്ക് ഇവിടെ തുറന്ന് ഓക്കെ ഇവിടെ വെക്കാം. ഫ്ലോർ 2 പാക്കറ്റ് വാങ്ങിച്ചായിരുന്നു തോന്നല്ലേ, 2 പാക്കറ്റ് 2 വാങ്ങിച്ചു. ഓക്കെ, നമുക്ക് ഈ ഫ്ലോർ ഇതിനകത്ത് വെക്കാം. ഓക്കെ, നമുക്ക് ചോക്ക് പിക്ക് കുറേ ഉണ്ടായിരുന്നടാ, അത് വാങ്ങിക്കണ്ടായിരുന്നു നമുക്ക്. ഓക്കെ, സീനില്ല, നമുക്ക് അവിടെ ഇരിക്കട്ടെ, വിറ്റ് വെക്കോളൂ. ഓക്കെ, ഇനി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയ സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നമുക്ക്? മിൽക്ക് ഉണ്ട്. മിൽക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു വാട്ടർ ബക്കറ്റ് വാങ്ങിച്ച് വയ്ക്കാം. അതിന് മുമ്പേ നമുക്ക് വേണ്ട, നമ്മൾ ഇതിന് പ്രൈസ് ഇട്ടില്ല. മാർക്കറ്റ് പ്രൈസ് $4.20. നമുക്കൊരു $5 ഓക്കെ. അയ്യോ, 5 പിന്നെ 50 വരും. അപ്പോൾ നമുക്കൊരു $5.10. ഓക്കെ, സെറ്റ്. പിന്നെ നമ്മുടെ പാലിന് എന്തോ വില കൂടിയെന്ന് പറഞ്ഞ് കാണിച്ചായിരുന്നു. അപ്പോൾ പാലിന് നമുക്ക് $3.10. പാലിനും അത് കിടക്കട്ടെ. ഓക്കെ, സെറ്റ്. ഇനി നമുക്ക് ഇതെന്തുവാ, ഇത് നമ്മുടെ മറ്റേ ചീസ്, അത് വെക്കാൻ സ്ഥലമില്ല. നമുക്കൊരു വാട്ടർ കുപ്പി 1 കൂടെ അങ്ങ് വാങ്ങിച്ചേക്കാം. ഓക്കെ, അതുകൂടെ വാങ്ങിച്ചു. അതിപ്പോൾ തൽക്കാലം വെക്കാൻ സ്ഥലമില്ല, നമുക്കിവിടെ വെച്ചേക്കാം. നമുക്ക് നമ്മുടെ പാല് തീരുമ്പോഴേ നമുക്ക് അത് അവിടെ കൊണ്ട് വെക്കാം കേസ്. ഓക്കെ, പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു ലൈസൻസ് വാങ്ങിക്കണം. ഇന്ന് ലൈസൻസ് വാങ്ങിക്കുന്നത് നമ്മൾ വേണ്ടേ, മാനേജ്മെൻറ്റിൽ പോയിട്ട് നമുക്ക് വേണ്ട പ്രോഡക്റ്റ് ലൈസൻസ് നമുക്ക് വാങ്ങിക്കണം. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ലൈസൻസ് ഇത് കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പീനട്ട് ബട്ടർ എന്തോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ആരെങ്കിലും ഒക്കെ വരുമോ നോക്കാം. നമുക്ക് നമ്മുടെ ഇവിടെ ഇരിക്കാം. ഓക്കെ, ആരെങ്കിലും വരട്ടെ. ഓക്കെ, ഒരു ചേട്ടൻ നമ്മുടെ കടയിൽ വന്നു. ഓക്കെ, നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാം. 2 ഫ്ലോറ് നമുക്ക് $10 കിട്ടി. നമ്മുടെ ഇപ്പോൾ $49 ഫ്ലോറിന് വില കൂടുതലാണ്. ഫ്ലോർ ആകെപ്പാടെ നമുക്ക് ഇതിൽ നിന്ന് നല്ല പൈസ കിട്ടുന്നുണ്ട്. നമ്മുടെ ആ ചോക്ക് പിക്ക് വാങ്ങിച്ചായിരുന്നെങ്കിൽ നമുക്ക് പൈസ കിട്ടിയാണ് കേട്ടോ. ചോക്ക് പിക്കിന് അത്യാവശ്യം നല്ല വില നമ്മൾ ഇട്ടിട്ടുണ്ട്. നല്ല വില, നല്ല മാർക്കറ്റ് പ്രൈസ് ആ ഒരു വിലയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാലൻസ് 4 1 2 3 4. ഓക്കെ, അടുത്ത ആൾ 2 എണ്ണ വാങ്ങിച്ചു, $12. ഓക്കെ, പിന്നെ ചീസും കുറേ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു. 4.54 അപ്പോൾ 50 1 2 3 4 സെറ്റ്. നമുക്ക് ആ പാലിൻ്റെ വിലയും കുറയ്ക്കാം. അതിന് നല്ല വില ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ കേട്ടോ. പാലിന് നമ്മൾ 3.10 ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്കൊരു $3 ഇടാം. ഓക്കെ, സെറ്റ്. ഓക്കെ, ഇവിടെ അടുത്ത ആൾ വന്നു. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഓക്കെ, കറക്റ്റ് പൈസ ആയി കേട്ടോ. നമുക്കൊരു ഫ്രിഡ്ജ് കൂടെ വാങ്ങിക്കണം കേട്ടോ. ഒരു ഫ്രിഡ്ജ് കൂടെ വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാം. അപ്പോൾ സെറ്റാവും. നമുക്കൊരു ഫ്രിഡ്ജ്, ഇതാണ് ടാബ്ലറ്റ്. അതിന് നമുക്ക് 3 ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു ടാബ്ലറ്റ് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ ഒരു ലൈസൻസ് വാങ്ങിക്കാൻ $400. അത് ശരി. ഓക്കെ, നമുക്ക് ആ ലൈസൻസ് വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ ആ ലൈസൻസ് കൂടെ അങ്ങ് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ, ചീസ് നമുക്ക് വേണ്ട. ഇതിനകത്ത് കുറച്ച് ചീസ് ഇരിപ്പുണ്ടായിരുന്നു. നമുക്ക് ആ ചീസ് അതിനകത്ത് കൊണ്ട് വെക്കാം കേസ്, ഇതിനകത്ത് കൊണ്ട് വെച്ചേക്കാം. ഓക്കെ, 3 ഇതുവരെ പോയിട്ടുള്ളൂ. ഓക്കെ, നമുക്കിത് ഇവിടെ വെച്ചേക്കാം. ഓക്കെ, ഇവിടെ ബില്ലടിക്കാം. അതുകൊണ്ട് ഈ സാധനത്തിന് നല്ല വില കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കോഫിയുടെ ആ ഒരു സംഭവത്തിന് നല്ല വിലയാണ്. ഓക്കെ, കണ്ടോ, ഇപ്പം തന്നെ നമുക്ക് $37 കിട്ടി. സെറ്റ്.
നമ്മൾ പതുക്കെ റിച്ച് എന്നു പറഞ്ഞാൽ നമ്മൾ ബാങ്കിൽ നിന്ന് കുറേ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ അടച്ച് തീർക്കണം. ഓക്കെ, നമ്മൾ ഡെയിലി അടയ്ക്കുന്നുണ്ട് ലോണ്. പിന്നെ അടയ്ക്കാൻ ചില ദിവസങ്ങളിൽ അടയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ എക്സ്ട്രായും കൂടെ നമ്മൾ അടുത്ത പിറ്റേ ദിവസം അടയ്ക്കണം. ഓക്കെ, $438 കുഡൻഫൻ ബോട്ടിൽഡ് വാട്ടർ ഞാൻ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഈ മിൽക്ക് വാങ്ങിച്ചിരുന്നെങ്കിൽ നമുക്കതങ്ങ് എടുക്കാമായിരുന്നല്ലേ. നമ്മുടെ ഈ ഓയിലല്ല നമ്മുടെ വാട്ടർ നമുക്ക് അവിടെ കൊണ്ട് വെക്കാമായിരുന്നു. ഓക്കെ, ഇവിടെ എണ്ണയും പാസ്തയൊക്കെ വാങ്ങിച്ചു. ടോട്ടൽ $20.76. ഓക്കെ വിട്ടോ. ഇതിന് നമ്മൾ $13 വില വിട്ട്. ഓക്കെ, സെറ്റ്. അതുകൊണ്ട് നമുക്ക് ആ സാധനം കുറച്ചുകൂടെ വാങ്ങിക്കണം, ആ ബ്ലാക്ക് സാധനം. അതാകുമ്പോഴേ നല്ല നമുക്ക് അത് ഒറ്റ സാധനം മതി, നമുക്ക് $13 കിട്ടും. അപ്പോൾ അത് ആൾക്കാർ കുറേ വാങ്ങിച്ചാൽ നമുക്ക് നല്ല പൈസ കിട്ടും കേട്ടോ. ഓക്കെ, $63. ഇപ്പോൾ ടോട്ടൽ $236 ഉണ്ട്. നമുക്കൊരു ഫ്രിഡ്ജ് നമുക്ക് ആദ്യം ആ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം, എന്നിട്ട് നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് ആ ടാബ്ലറ്റ് കൂടി വാങ്ങിക്കാം. നമുക്ക് പിന്നെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഒരു ഫ്രിഡ്ജ് കൂടെ വാങ്ങിച്ച് ഈ ഒരു സൈഡിലായിട്ട് വെക്കണം കേട്ടോ. നമുക്ക് വാട്ടർ ബോട്ടിലും അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ വെക്കാനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരു ഫ്രിഡ്ജ് കൂടെ വാങ്ങിച്ച് ഇവിടെ വെക്കണം. ചീസിന് വില കൂടുതലാണ്. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ചീസിന് വില കുറയ്ക്കാം. ഓക്കെ, $5 ഉണ്ട്. ഓക്കെ, കാർഡാണോ? ഇപ്പം തന്നെയാണ് $30 കിട്ടി. $30. ഓക്കെ, സെറ്റ്. ഷുഗർ പൗഡർ. ഷുഗർ പൗഡർ വാങ്ങിക്കണം. അപ്പം നമുക്കിനി നമ്മുടെ ആ ചോപ്പിക്ക് വാങ്ങിക്കണ്ട. ചോപ്പിക്ക് നമുക്കിനി എല്ലാം തീരുമ്പോൾ, കുറച്ച് സ്റ്റോക്ക് തീരുമ്പോൾ നമുക്കിനി ചോപ്പിക്ക് വാങ്ങിച്ചാൽ മതി. നമ്മൾ കുറേ വാങ്ങിച്ചത് അവിടെ കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് 4 ഷെൽഫ് മൊത്തം നമ്മുടെ ചോപ്പിക്കാണ്. ഇവിടെ ചോപ്പിക്ക് ചീസ് വാങ്ങിച്ചു. ഓക്കെ, ആ പാലവിടെ തീർന്നതിനെങ്കിൽ നമുക്ക് നമ്മുടെ ഈ വെള്ളം കുപ്പി എടുത്ത് അവിടെ വെക്കാമായിരുന്നു. $18. ഓക്കെ, നമുക്കേ ഈ വെള്ളം കുപ്പി അവിടെ വെക്കാനായിട്ടില്ല. ഈ ചീസ് എടുത്തിട്ട് നമുക്ക് അവിടെ കൊണ്ട് വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതുകൊണ്ട് നമുക്ക് അവിടെ കൊണ്ടിടാം. നമ്മുടെ സന്ധ്യയായി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ കട. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട് നമ്മുടെ ഗെയിമിൽ. ഓക്കെ, ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നു. ഇവിടെ എന്തുവാ, പാല്, ഫ്ലോറ്, ടോട്ടൽ ഗെയിമിങ് 4. 1 2 3 4. ഓക്കെ, നമുക്ക് ലൈറ്റ് ഇടാം. വൈകിട്ടായി വരുന്നുണ്ട്. ഓക്കെ, സെറ്റ്. $13 കിട്ടി. താങ്ക് യു. നമ്മൾ വരെ നമ്മൾ റിച്ചായി വരുന്നുണ്ട് ഗൈസ്. നമുക്കേ ഒരു കാര്യം, നമുക്ക് ആ പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കണം. എത്ര $? ആയിരുന്നു അത്? എത്രയോ കുറച്ച് $. ഉണ്ടായതുണ്ടോ? കുറച്ച് $. വരും ആ പ്രോഡക്റ്റ് ലൈസൻസിന്. അപ്പോൾ അതുകൂടെ ഒന്ന് വാങ്ങിക്കണം. അപ്പോൾ നമുക്ക് പുതിയ സാധനങ്ങളൊക്കെ നമ്മുടെ മാർക്കറ്റിൽ സെറ്റാക്കാം. ഓക്കെ, ഞാൻ ഒന്ന് നോക്കട്ടെ. പ്രോഡക്റ്റ് ലൈസൻസിന് $400 വരും. $400 ആവുന്നുണ്ട്, സീനില്ല. നമുക്കിവിടെ ഇരിക്കാം. $400. ഇനി കുറച്ച് $2 കൂടെ മതി നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാൻ. ഓക്കെ, ചീസ്, ഷുഗർ. ഓക്കെ, അതുകൊണ്ട് ചോക്ബിക്ക് ഈസ് എക്സ്പെൻസീവ്. നമുക്ക് ഇവിടെ ഒരു ലൈറ്റ് ഇടണം കേട്ടോ. അതുകൊണ്ട് ഇവിടെ 3 ഇവിടെ 3 ഇല്ലല്ലേ. ശരി. നമുക്കപ്പോൾ ഇവിടെയും കൂടെ ഒരു ലൈറ്റ് ഫിക്സ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ പാല്. ഓക്കെ, ആൾക്കാർ വരുന്നുണ്ട്. കാർഡ്. ഓക്കെ, $6. സെറ്റ്. അടുത്ത ആൾ വരട്ടെ. പാസ്ത, എണ്ണ. ഓക്കെ, 14.76 രൂപ. ഓക്കെ, അതാണ് കുറേ സാധനങ്ങൾ വാങ്ങിച്ചു. നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഈ വെള്ളം എടുത്തിട്ടേ അതാണ് പാല് തീർന്നു. ഓക്കെ, നമുക്ക് അവിടെ വെക്കാം. ഇത് വെക്കാൻ 2 ഇത് വേണമല്ലേ. നമുക്ക് ഈ ചീസ് കൂടെ തീർന്നിട്ടേ നമുക്ക് ഈ സാധനം അതിനകത്ത് വെക്കാം. ഓക്കെ, നമുക്ക് പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിക്കാം. 9 മണിയായി. ഇനി ചിലപ്പോൾ രാവിലെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇതാണ്ട് വേറൊരു ചേട്ടൻ വരുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഇനി വാങ്ങിക്കാം. ഓക്കെ, വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട് ചേട്ടൻ. ഓക്കെ, സെറ്റ്. നമുക്ക് ഇന്നത്തെ ഇതിവിടെ ക്ലോസ് ചെയ്യാം. എല്ലാവരും പോയിട്ടുണ്ട്. ഇനി ആരും ഇല്ലല്ലോ, ആരും വരുന്നില്ലല്ലോ കടയിൽ. അതുകൊണ്ട് ഒരു ചേച്ചി വരുന്നുണ്ട്. ഇങ്ങോട്ടാണോ? ഇങ്ങോട്ടല്ലേ. നമുക്ക് നമ്മുടെ കട ക്ലോസ് ചെയ്യാം കേസ്. അതായിട്ട് നഷ്ടമൊന്നുമില്ല. നമ്മുടെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള കുറച്ച് പൈസയെ പോയിട്ടുള്ളൂ കേട്ടോ, അല്ലാതെ വലിയൊന്നുമില്ല. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം അങ്ങോട്ട് തുടങ്ങാം. എഗ്ഗിന് വില കൂടി, ഫ്ലോറിന് വില കൂടി. ഓക്കെ, നമുക്ക് പെട്ടെന്ന് വാങ്ങിക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ആൾക്കാരെല്ലാം കൂടെ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. 4.62. അപ്പോൾ $5.25 അതിന് വെക്കാം. ഓക്കെ, സെറ്റ്. ഇനി ഇവിടെ വെള്ളം കുപ്പി വാങ്ങിച്ചു, ചീസ് ഇരിപ്പുണ്ട്. ഓക്കെ, നമ്മുടെ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചു. നമുക്ക് എന്തൊക്കെ കുറേ സാധനങ്ങളൂടെ വാങ്ങിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അതുകൂടെ ഒന്ന് വാങ്ങിച്ച് നോക്കാം. ഇതിനകത്ത് വല്ലതും ഉണ്ടോ എന്ന് നോക്കട്ടെ. നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിക്കാൻ പറ്റിയ വല്ലതും ഉണ്ടോ? ഇവിടെ ഫ്ലോറ്. അതിന് നല്ല വില വരും. പീനട്ട് ബട്ടർ നമുക്ക് ഒരെണ്ണം വാങ്ങിച്ച് വെച്ചേക്കാം. അതിരിക്കട്ടെ. ഒരു ഒലീവ് ഓയിൽ ഇരിക്കട്ടെ. ഇപ്പോൾ $71 ആയി.
സാൾട്ട് നമുക്കൊരു 2 എണ്ണം വാങ്ങിച്ചേക്കാം. ഓക്കെ സെറ്റ്. ഇത്ര സാധനം ഇന്ന് വാങ്ങിച്ച് നമുക്കിവിടെ വെക്കാം. സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം. നമ്മുടെ ഉപ്പ് ഇവിടെ ഇരിപ്പുണ്ട്. ഉപ്പ് ഇവിടെ വെക്കാം നമുക്ക്. ഓക്കെ, ഉപ്പ് ഇവിടെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ 2 ഉപ്പല്ലേ വാങ്ങിച്ചത്? ഓക്കെ, 2 ഉപ്പാണ് നമ്മൾ വാങ്ങിച്ചതെന്ന് തോന്നുന്നല്ലേ? അത് 2 ഉപ്പാണ് നമ്മൾ വാങ്ങിച്ചത്. ഉപ്പിന് നമ്മൾ വില കിട്ടില്ല കേട്ടോ. ഉപ്പിന് നമുക്ക് നോക്കട്ടെ, മാർക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് നോക്കിയിട്ട് വേണം നമുക്ക് വില ഇടാൻ. മാർക്കറ്റ് പ്രൈസ് നോക്കട്ടെ. മാർക്കറ്റ് പ്രൈസ് 2.17 അല്ലേ? അപ്പോൾ നമുക്കൊരു $3 ഇടാം. ഓക്കെ സെറ്റ്. പിന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചത് വേണ്ട അടുത്ത് ഒലീവ് ഓയിൽ. ഓക്കെ, ഒലീവ് ഓയിൽ നമുക്ക് ഈ ഒരു സൈഡിൽ വെക്കാം അല്ലേ? എല്ലാം അങ്ങ് നിറഞ്ഞങ്ങ് ഇരുന്നോട്ടെ. ഓക്കെ, ഒലീവ് ഓയിൽ നമ്മൾ 2 എണ്ണം വാങ്ങിച്ചു. അതോ ഒരെണ്ണമാണെന്ന് തോന്നുന്നു വാങ്ങിച്ചത്. ഓക്കെ, ഇത് നമ്മുടെ പീനട്ട് ബട്ടർ. ഓക്കെ, നമുക്ക് പീനട്ട് ബട്ടറും കൂടെ വേണ്ടി ഇവിടെ അങ്ങ് നിരത്തിയേക്കാം. ഓക്കെ സെറ്റ്. പിന്നെ നമ്മുടെ ഇനി $17 കൂടെ ഉണ്ട്. തൽക്കാലം അത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചു. ഇവിടെ വെള്ളമുണ്ട്, ചീസുണ്ട്, പാലുണ്ട്. പാല് തീർക്കണം കേട്ടോ നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിനൊക്കെ വില ഇടാം. ഇതിന് മാർക്കറ്റ് പ്രൈസ് 5.68. നമുക്കൊരു $7 ഇടാം. ഓക്കെ സെറ്റ്. $7 ഇട്ടു. പിന്നെ നമ്മുടെ പീനട്ട് ബട്ടറിന് വില കിട്ടില്ല, 5.40. ഇതിനും അങ്ങ് $7 ഇടാം. ഓക്കെ സെറ്റ്. കട അങ്ങോട്ട് ഓപ്പൺ ചെയ്യാം. ഇനി ചീസിന് വല്ല വില കുറഞ്ഞോ ഇല്ല. ഓക്കെ, നമുക്ക് നമ്മുടെ കട അങ്ങോട്ട് തുറക്കാം ഗൈസ്. ഓക്കെ, ആരെങ്കിലും ഒക്കെ വരട്ടെ. നമുക്ക് അതുവരെ ഇവിടെ ഇരിക്കാം. നമ്മുടെ വെള്ളം കുപ്പി ഇവിടെ കിടപ്പുണ്ട്. നമ്മൾ പ്രൊഡക്റ്റ് ലൈസൻസ് വാങ്ങിച്ചായിരുന്നു. ഓക്കെ, നമുക്കിനി ഒരു ടാബ് വാങ്ങിക്കണം. ടാബ് എങ്ങനെയായിരുന്നു വാങ്ങിക്കുന്നത്? ഇതിനകത്ത് ഹയർ ചെയ്യാൻ പറ്റും കേട്ടോ. ക്യാഷറിനെ ഡെയിലി വേജ് $80, ഹയറിങ് കോസ്റ്റ് $100. $100 ഉണ്ട് നമുക്ക് ഒരു ക്യാഷറിനെ ഹയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് സെക്ഷൻ 3. നമുക്ക് എനിക്ക് തോന്നുന്നു ഇത് എക്സ്പാൻഡ് ചെയ്യാനാണെന്ന് തോന്നുന്നു. അതെ, ഇന്നത്തെ ബില്ല് നമ്മുടെ തൽക്കാലം ഇത്രയും ബില്ലില്ല. നമുക്ക് ആ ടാബ് എങ്ങനെയായിരുന്നടാ വാങ്ങിക്കുന്നത്? ടാബ് ഇവിടെ എങ്ങനെയോ വാങ്ങിക്കായിരുന്നു. ടൂളായിരുന്നു. ടൂളാ $150 വേണം കേട്ടോ ടാബ് വാങ്ങിക്കാം. ഓക്കെ, അതുകൊണ്ട് അവിടെ ആരോ വന്നു. സാധനങ്ങളൊക്കെ വാങ്ങിക്കട്ടെ. കുറച്ച് സാധനങ്ങൾ നമ്മുടെ ഇപ്പോൾ മാർക്കറ്റേ ഉള്ളൂ. കാരണം നമ്മൾ എപ്പോഴും ബില്ല് പേ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തല്ലോ, അപ്പോൾ അതിൻ്റെ ബില്ല് പേ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ബില്ലടയ്ക്കുന്നതുകൊണ്ട് നമ്മുടെ കുറേ പൈസ അതിന് വേണ്ടി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ $25. ഓക്കെ വിട്ടോ. ആദ്യം നമുക്ക് ആ ഒരു ടാബ് എടുക്കണം. $100 ഉള്ളൂ. നമുക്ക് അതുകൂടെ എടുക്കണം. ഓക്കെ, പൈസ എടുത്തു. ചേഞ്ച് $58. ഇവിടെ അപ്പം കുറേ ഉപ്പൊക്കെ വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. ഓക്കെ, $26.67. ഓക്കെ, നമുക്കിപ്പോൾ ടോട്ടൽ എത്ര ആയി? $77 ആയല്ലേ? ഓക്കെ, 26.42 വീണ്ടും കിട്ടി. ഓക്കെ, നമുക്കേ ആ ഒരു ടാബ് വാങ്ങിക്കാം. ആ ടാബ് പർച്ചേസ് ചെയ്യാം. $150. ഓക്കെ, ഞാൻ $100 വെച്ചിരുന്നു. ഓക്കെ, നമുക്ക് $7 കിട്ടി. അത് വാങ്ങിക്കാം. ഓക്കെ, അടുത്തത് വരട്ടെ. പൈസ ചോക്ക് പിക്ക് മാത്രം മതിയോ ചേട്ടാ? എന്തെങ്കിലും കൂടെ വാങ്ങിക്കും. നമുക്ക് വല്ല കച്ചവടം വരണം. ഓക്കെ, ഇനിയും വരണം കേട്ടോ. എഗ്ഗ്. നമ്മുടെ വെള്ളം വെക്കാനുള്ള സ്ഥലമുണ്ട്. ഓക്കെ, നമുക്ക് ആ വെള്ളം എടുത്തിട്ടെ നമുക്ക് ഇവിടെ വെക്കാം. ഓക്കെ സെറ്റ്. നമുക്ക് എന്നിട്ട് ഇത് നമുക്ക് വേസ്റ്റ് ബക്കറ്റ് ഇടണം. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് വേണ്ട ഈ ബില്ലടിക്കാം ആദ്യം തന്നെ. നമുക്കൊരു ക്യാഷറിനെ ഹയർ ചെയ്യണം കേട്ടോ. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. ഓക്കെ, അത് പോട്ടെ. അടുത്ത ചേട്ടൻ. ഓക്കെ, $25.50. ഓക്കെ, നമ്മുടെ $175 ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഓഫ് ചെയ്യാൻ ലൈറ്റ് ഓഫ് ആയിരുന്നല്ലേ? ഓക്കെ, നമുക്കേ മാനേജ്മെൻ്റ് അല്ല, മാർക്കറ്റ് ടൂൾസിൽ പോയിട്ട് നമ്മുടെ ടാബ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് അറിയത്തില്ലല്ലോ. ടാബ് വാങ്ങിച്ചിട്ട് കാര്യമില്ല. ഇത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലല്ലോ. ഇങ്ങനെയാണോ? നമ്മുടെ ടാബ്ലറ്റ്. ഓക്കെ. എടാ, ഇതെന്തോ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഷിപ്പിംഗ്. എനിക്ക് തോന്നുന്നേ ഇത് നമ്മളുടെ ഓൺലൈൻ്റെ ആ ഒരു ഓൺലൈൻ പർച്ചേസിനൊക്കെ ആയിട്ടുള്ളൊരു സംഭവം തോന്നുന്നു. ഇവിടെ വേണ്ട കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് ഈ ചേച്ചി. $38.50 കിട്ടി കേട്ടോ. ഓക്കെ, അടുത്ത ചേട്ടാ ഒലീവ് ഓയിൽ മാത്രം വാങ്ങിക്കാനായിട്ട് എന്തോനാ ചേട്ടാ വരുന്നത്? ഒലീവ് ഓയിലൊക്കെ തീരാറായി. ഓക്കെ, അടുത്തത് ഒലീവ് ഓയിൽ. ഇതിനെയൊക്കെ അടിച്ച് കൊല്ലണം. ഓക്കെ, അതുകൊണ്ട് ഒരു ചേട്ടൻ കുറേ സാധനങ്ങൾ കുറേയൊക്കെ വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അതുകൂട്ടൊക്കെ എല്ലാവരും വാങ്ങിച്ചിരുന്നെങ്കിൽ. ഓക്കെ, $21.50 കിട്ടി. 21.50 സെറ്റ്. അടുത്ത ആൾ വരട്ടെ. കട അടയ്ക്കാറായിട്ടുണ്ട് കേട്ടോ. 6 മണി കഴിഞ്ഞു. ഓക്കെ, 2 വെള്ളം കുപ്പി. 6.50. ഓക്കെ സെറ്റ്.
അടുത്ത ആൾ വരട്ടെ. നമ്മൾ ലൈറ്റ് ഇട്ടു, നമ്മൾക്ക് ലൈറ്റ് ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് ലൈറ്റ് 3 എണ്ണം അവിടെ ഉണ്ട്, നമുക്ക് 3 എണ്ണം ഈ ഒരു സൈഡിലും നമ്മുടെ ആ ഒരു സൈഡിലും ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നല്ല വെളിച്ചമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് $12 കിട്ടി. ഇപ്പോൾ ഓരോരുത്തരായിട്ട് വരേണ്ട 7 മണി ആയതേ ഉള്ളൂ, സമയമുണ്ട് ഇനി. എനിക്ക് തോന്നുന്നു നമുക്ക് ബാങ്കിലെ ലോണ് നമ്മൾ ഇനി അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇനി അതിൽ നിന്ന് പൈസ എടുക്കാൻ തോന്നുന്നു. ഓ, അങ്ങനെ ഉണ്ടാ കേട്ടോ. ഓക്കെ, ബോട്ടിൽഡ് വാട്ടർ ഈസ് ടു എക്സ്പെൻസീവ് എന്ന് ചുമ്മാ ഞാനതിന് എത്ര കൂടുതലിട്ടോ വില? 3.25 അത്രയും വേണം എനിക്ക്. പിന്നെ നിങ്ങൾ പറയുന്ന കൂട്ടൊന്നുമില്ല. ഓക്കെ, കുറേ ഒലീവ് ഓയിലൊക്കെ കിട്ടിയിട്ടുണ്ട്, ചോക്ക് പിക്ക്. ഓക്കെ, അടുത്തായിട്ടൊരു പീനട്ട് ബട്ടർ മാത്രം മതിയോ? ഓക്കെ, $7 സെറ്റ്. അടുത്ത ആൾ വരട്ടെ. 2 ബ്രെഡ്. ഓക്കെ, $10. ഓക്കെ, 10. ആ ചേട്ടന് ഒന്നും വേണ്ട, പിന്നെ ആ ചേട്ടന് എല്ലാം എക്സ്പെൻസീവ്. ആ ചേട്ടന് നമ്മുടെ ഫ്രീക്കൻ ഏതാ? ഓക്കെ, കാർഡ് $17.25. ഓക്കെ, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പേ നമുക്ക് നമ്മുടെ മാനേജ്മെൻറ്റിൽ പോയിട്ട് നമ്മുടെ ആ ഒരു ബില്ലൊക്കെ നമുക്കങ്ങ് പേ ചെയ്യാം. ഓക്കെ, ബില്ല് ഇതിൻ്റെ കുറേ ഉണ്ട്. ഇനി നമ്മുടെ ബാങ്കിലെ ബില്ലും അത്യാവശ്യം കാണും കേട്ടോ, നല്ലത്. ഓക്കെ, കുഴപ്പമില്ല, $183 ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കട ഇവിടെ ക്ലോസ് ചെയ്യാം ഗൈസ്. ഓക്കെ, നമുക്ക് കുറേ ലോൺ പേയ്മെൻ്റ് ഒക്കെ അടച്ച് അപ്പോൾ നമുക്ക് ഇന്ന് കുറച്ച് നഷ്ടം ഉണ്ടായിരുന്നു, എന്നാലും സീനില്ല. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത ദിവസം നമ്മൾ കുറേ ഈ ഒരു സൂപ്പർ മാർക്കറ്റ് കുറച്ച് നമുക്ക് ലൈറ്റൊക്കെ വെച്ച് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ എൻജോയ് ചെയ്ത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പുതിയൊരു ദിവസം കാണാം ഗൈസ്. എല്ലാ കൂട്ടർക്കും ഗുഡ് ബൈ.